ഹായ് കിറ്റി, എന്തിനാണ് ജോലി കൂലിയില്ലാത്തവന്മാരെ കൂടെ കൂട്ടിയത്? ജോലി കൂലിയില്ലാത്ത നിനക്ക സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നിനക്ക് ഇവിടെ കപ്പൽ കച്ചവടം നടത്താം. എടാ, അതൊക്കെ നിനക്ക് മാത്രമേ ചേരൂ. ഞങ്ങൾക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ മാത്രമേ പോവുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. ഈ മുയലിന്റെ പുല്ലിയുടെ ഒക്കെ മാസ്ക് വെച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ചിരിപ്പിച്ച് പൈസ ഉണ്ടാക്കാനല്ലേ? അതൊക്കെ മുതലാണല്ലേ? ഇതാരാ? ഇത് പെട്രീഷ്യയാണ്. പെറ്റിയോട്ടോറിക്ഷയോ? കണ്ടിട്ടൊരു വണ്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ എനിക്ക്. അത് നടക്കി കഴുതേ, അവളുടെ പേരാണ് പെട്രീഷ്യ. Hi guys, are you ready? എന്റെ ടീമിന് വേണ്ടിയുള്ള ഓഡിഷൻ തുടങ്ങാൻ പോവാണ്. മിനി വേഗം തുടങ്ങൂടിയ. She's good. Very good. My dear, ഇനി അപ്പുറത്ത് പോയി പെർഫോം ചെയ്താൽ മതി. Sunny, you are next. Wow, Sunny, നീ ഞങ്ങളുടെ സ്റ്റാർ പെർഫോമർ ആകാൻ പോവാണ് ഡിയർ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് വേണ്ടി ശ്രമിച്ചു നോക്കാം. വേണ്ട വേണ്ട, നമ്മൾ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ കൊച്ചലിയ? നമുക്ക് പ്രാക്ടീസിനൊക്കെ എന്താ ആവശ്യമുള്ളത്? വാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, ചുവടൊന്ന് മാറ്റി പിടിക്കും. കാണിക്കാനായിട്ട് വേറെ സ്റ്റെപ്പ് ഒന്നുമില്ലേ? ഞങ്ങൾക്ക് മാച്ചിനാണ് പെർഫോം ചെയ്യേണ്ടത്, ഗാനം വിളിക്കല്ല. കിച്ചനെ ഇതിലും ബെറ്റർ ആയിരിക്കും എന്ന് കരുതുന്നു. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാലോ? അല്ലല്ല കിറ്റി, അങ്ങനെയല്ല. നീയും മിനിയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ സ്റ്റെപ്പ് മാച്ച് ചെയ്യണം. സോറി പെട്രീഷ്യ, ഞാൻ കുറച്ച് നെർവസ് ആണ്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. കിറ്റി, ഓഡിഷനിൽ നീ കാരണം നമ്മുടെ മുഴുവൻ ടീം റിജക്ട് ആയി പോകും. നീ നോക്കണ്ട, നിനക്കുണ്ടാവില്ല. ഹലോ, ഞങ്ങളെ കൊണ്ടാവില്ലെന്ന് സമ്മതിച്ചു. എന്നാ കിറ്റിയെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം പറയരുത്. കിറ്റി ആഴ്ചകളോളം പ്രാക്ടീസ് ചെയ്തതാണ്. അവള് നന്നായിട്ട് ചെയ്യും, ഞങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്. അത് ഞാൻ കണ്ടതാണല്ലോ. ഓ, എല്ലാ വലിയ ഇവന്റ്സിലും എന്റെ ടീം പെർഫോം ചെയ്യാറുണ്ട്. കിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ ടീമിന്റെ നല്ല പേര് കളയാൻ പറ്റില്ല. അല്ല, നമുക്ക് കിറ്റിക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തു നോക്കിയാലോ? നോ ഡിയർ, എനിക്ക് കിറ്റി ഇല്ലാതെ ടീമിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കേ ഡിയർ, നീ ഒരു കാര്യം ചെയ്യൂ, കിറ്റിയുടെ കൂടെ പോയിക്കോളൂ. കിറ്റി, നിന്റെ കൂടെ ഒരു ടീമും ഇല്ല. എനിക്കാണെങ്കിൽ ഈ മാച്ചിൽ പെർഫോം ചെയ്യണം. സോറി. ഇത് നല്ല തീരുമാനമാണ്. എന്റെ ടീം ജയിക്കാൻ പോകുന്ന ടീമാണ്. കിറ്റിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല. അത് ശരി, അപ്പൊ നിന്റെ ടീമിനൊക്കെ ഭയങ്കര വിശ്വാസമാണോ? അതുപോലെ കിറ്റിക്ക് ഉണ്ടാവും ടീം. SPLന്റെ മാച്ചിൽ കിറ്റിയുടെ ടീം പെർഫോം ചെയ്യും. ഇത് എന്റെ ചലഞ്ചാ. അവിടെ വെച്ച് വലിയ വാശി ഞങ്ങൾ പറഞ്ഞു കിറ്റിയുടെ ടീം പെർഫോം ചെയ്യുമെന്ന്. എന്നിട്ട് എവിടെ കിറ്റിയുടെ ടീം? നിന്റെ കൂടെ ഞങ്ങളില്ലേ? റിജക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നാലേ ഓഡിഷനിൽ സെലക്ട് ആവുന്നതാണോ? കിറ്റി, മനസ്സിൽ വിശ്വാസവും കഠിന പ്രയത്നവും ചെയ്താൽ നമുക്കെന്തും സാധ്യമാണ്. സംശയമുണ്ടോ? അതെ, ഒരുപാട് സംശയമുണ്ട് പോപ്പാൻ. അതും എന്റെ ടാലന്റ്. കിറ്റി, നമ്മളെ പെട്രീഷ്യനെ റിജക്ട് ചെയ്തത് അല്ലാതെ സെലക്ഷൻ കമ്മിറ്റി അല്ല. അതെ, നമ്മൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ചിയേഴ്സ് ലീഡർ ആകാൻ സാധിക്കും. അത് നടക്കും തോന്നുന്നുണ്ടോ? ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആകും. അതെ, ഇത് മുട്ടയിടാനുള്ള കോമ്പറ്റീഷൻ അല്ല. പച്ച പെയിന്റ് അടിച്ച പോപ്പട്ടെ, ഞാനൊരു സമയത്ത് ബെസ്റ്റ് ചിയർ ഗേൾ ആയിരുന്നു, അറിയോ നിനക്ക്? എന്താ?
എന്റെ ഹസ്ബൻഡ് ഓ എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അദ്ദേഹത്തിന്റെ മാച്ച് ഞാൻ പെർഫോം ചെയ്യായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അത് കൊള്ളാലോ. അപ്പൊ ഇത് എളുപ്പമായി. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ബണ്ണി. ഇന്ന് സിറ്റിയിലെ ബെസ്റ്റ് ടീം പെട്രീഷ്യയുടെ ആണ്. അവളെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ സെലക്ട് ആവില്ലേ? ആവും, ഉറപ്പായിട്ടും ആവും. കിറ്റിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം. ഓ, എന്തൊരു ഐഡിയ നീ തന്നത് ബണ്ണി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഡാൻസ് ഇതുവരെ ആരും കാണാത്ത ഒരു വെറൈറ്റി ഡാൻസ് ആയിരിക്കും. ഇത്രയധികം ടീമുകളോ? പക്ഷേ SPL-ലാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിനെ പെർഫോം ചെയ്യാൻ കഴിയൂ. അപ്പോൾ നിങ്ങളെല്ലാം ഈ കോമ്പറ്റീഷൻ തയ്യാറാണല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. റോയൽ റാബിറ്റ് സ്റ്റാർ. അടുത്തതായി ട്രീ ക്യാറ്റ്സ്. പെട്രീഷ്യ, എപ്പോഴത്തെയും പോലെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. Oh, I know, sir. But thank you. Next, Masti Mix Group. നമുക്കിപ്പോൾ സർക്കസിലെ ജോക്കർ പെർഫോമൻസ് കാണാം കൂട്ടുകാരെ. കൊള്ളാം. എന്തായാലും ഇവരുടെ ഗ്രൂപ്പിന്റെ പേരിട്ടത് ആരാണെന്ന് അറിയില്ല. എന്തായാലും കോമഡി ആയി. കോഴിയും പൂച്ചയും പട്ടിയും മുയലും എല്ലാരും ഉണ്ടല്ലോ. എക്സലന്റ്. ഇതുപോലൊരു പെർഫോമൻസ് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇപ്രാവശ്യം SPL-ൽ മസ്തി മിക്സ് ഗ്രൂപ്പ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സനി. സോറി, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ തോറ്റതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷെ കിറ്റി ജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കിറ്റി? അതെ, നിങ്ങൾ എല്ലാവരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഹലോ, ആമയും മുയലും തമ്മിലുള്ള മത്സരത്തിൽ ആമ ജയിച്ചു. സംശയമുണ്ടോ? അതിന് ആമ എങ്ങനെ ജയിച്ചു?
ആ ഒരു കഴുതയുണ്ടല്ലോ